തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ഉയർപ്പ് പെരുന്നാളിൻ്റെ സന്തോഷത്തിലാണ് ലോകം മുഴുവനും. 40 ദിനരാത്രങ്ങളിലെ നോമ്പ്, ഉപവാസ, ജാഗരണ പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മുടെ കർത്താവിനോടൊപ്പമുള്ള പീഡാനുഭവത്തിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഉയർപ്പ് പെരുന്നാളിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം ദൈവനമ്പുരാൻ നമ്മളെയും അനുവദിച്ചു. ഈ ഉയർപ്പ് പെരുന്നാൾ നമുക്ക് നൽകുന്ന വർത്തമാന കാലഘട്ടത്തിൻ്റെ ചില സന്ദേശങ്ങളുണ്ട്. നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകണം. ലഹരിയിൽ നിന്നും, പൈശാചികതയിൽ നിന്നും, ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന സകലവിധ സാഹചര്യങ്ങളിൽ നിന്നും തീർച്ചയായും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. സകലവിധ തിന്മകളും നടമാടുന്ന അധാർമികത അങ്ങേയറ്റം ഈ ലോകത്തെ ത്രസിപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിപ്പാൻ തക്കവണ്ണമുള്ള ആത്മീയ ബലം ഈ ഉയർത്തെഴുന്നേൽപ്പ് പെരുന്നാളിൽ നാമും രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എല്ലാത്തിനുപരി ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോകുവാനും ദൈവകരുണയിൽ ആശ്രയിച്ച് ജീവിപ്പാനും തക്കവണ്ണം ദൈവനമ്പുരാൻ ഇടയാക്കട്ടെ. ഈ ലോകത്തിൽ സകലത്തിനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം ദൈവനമ്പുരാൻ നമ്മളെ ഇടയാക്കട്ടെ. ഈ ഉയർപ്പ് പെരുന്നാളിൻ്റെ പിന്നിലും ഈ ഒരു സത്യം തന്നെയാണ്. തൻ്റെ ഏകജാതനായ പുത്രനേക്കാൾ അധികം ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ച പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരവും കഷ്ടാനുഭവവും ഉയർത്തെഴുന്നേൽപ്പും. ഏവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു.